നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. മക്കളെ, SSLC മോഡൽ എക്സാം ക്വസ്റ്റ്യൻ രണ്ട് സൈഡിലും ഒരു രണ്ട് വയേഴ്സ് സ്ട്രെച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ ആംഗിൾ തന്നിട്ടുണ്ട് 1545 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, അവരുടെ ആ രണ്ട് കെട്ടിയ കമ്പികൾ തമ്മിലുള്ള നീളം 30 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ആദ്യം തന്നെ നമ്മളോട് ഏകദേശം ചിത്രം വരയ്ക്കാനാ പറഞ്ഞത്. അപ്പൊ ഓൾറെഡി ഞാനിവിടെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയാടാ മക്കളെ, കണ്ട, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് രണ്ട് സ്റ്റേ വയർ അല്ലെ, നമ്മൾ സ്റ്റേ വയർ എന്നല്ലേ പറയാ, അത് രണ്ട് കമ്പികള് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഒരെണ്ണം അവിടെ 50 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരെണ്ണം ഇവിടെ എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, 45 ഡിഗ്രി. ഇവർ രണ്ടുപേരും നമ്മളുള്ള ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 30 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? തൂണിന്റെ ഉയരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? തൂണിന്റെ ഉയരം അല്ലേ. അപ്പൊ നമ്മളോട് തൂണിന്റെ ഉയരം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തൂണിന്റെ ഉയരം കണക്കാക്കാൻ പറയുമ്പോൾ എനിക്കറിയാം, ഈ ഒരു നീളം 30 മീറ്റർ ആണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഈ ഒരു ലെങ്ത് എത്രയാണ് മക്കളെ വരിക? 30 - x എന്നുകൊണ്ട് എഴുതിക്കൂടെ? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും വരിക? 30 - x ആയിരിക്കും വരിക. അപ്പൊ അതാ ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോവാണ് മക്കളെ. ABCD എന്ന് പറഞ്ഞിട്ട് രണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോകും. അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളും ACD എന്ന് പറയുന്ന ട്രയാങ്കിളും കിട്ടി. ഇത് രണ്ടും എന്താണ് മക്കളെ വരിക? റൈറ്റ് ട്രയാങ്കിൾ ആണ് വരിക അല്ലേ. അപ്പൊ അതാ നോക്കി, ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 45 ഡിഗ്രി ആയിരിക്കും വരിക. ഇത് 45 ആണെങ്കിൽ ഇത് 45 അല്ലേ വരിക. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്തായിരിക്കും മക്കളെ വരിക? എക്സ് തന്നെയല്ലേ വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയടാ മക്കളെ, എനിക്ക് ഇവിടെ അറിയാം tan 45ന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം. അതാ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ആംഗിൾ ആണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഈ കണ്ടുപിടിക്കേണ്ട സൈഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ വരിക? ഓപ്പോസിറ്റ് സൈഡ്. ഇതിന് നോക്കുമ്പോൾ എത്രയാണ് വരിക? ഇത് രണ്ടും എന്താണ് വരിക? ഓപ്പോസിറ്റ് സൈഡും ഇല്ലേ. ഈ സൈഡ് എന്താണ് വരിക മക്കളെ? അഡ്ജസന്റ് സൈഡ് ആണ് വരിക. അതുപോലെ ഈ സൈഡ് എന്തായിരിക്കും വരിക? അഡ്ജസന്റ് സൈഡ് ആണ് വരിക. അപ്പൊ അതാ ഞാൻ ഇവിടെ ട്രയാങ്കിൾ ABC എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്താ പറയാ, ACB എടുക്കാൻ പോകാം. ട്രയാങ്കിൾ ACB എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാടാ മക്കളെ, ഇവിടെ കണ്ടുപിടിക്കേണ്ട സൈഡ് എന്ന് പറയുന്നത് എനിക്ക് ഏതാണ് പറയുന്നത്? ഓപ്പോസിറ്റ് ആണ്. തന്നിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? അഡ്ജസന്റ് ആണ്. എനിക്കിവിടെ ഈ ഒരു റിലേഷൻ വരുന്നത് ആരൊക്കെയാണോ മക്കളെ? ടാൻ അല്ലേ വരുന്നത്. എതിർവശവും സമീപവശവും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാരാ? ടാൻ ആണ്. അപ്പൊ tan 50 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? AC ഡിവൈഡഡ് ബൈ BC എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതി കൂടെ? അപ്പൊ tan 50യുടെ വാല്യൂ എത്രയാടാ മക്കളെ വരുന്നത്? എത്രയാടാ tan 50യുടെ വാല്യൂ എത്രയാ വരുന്നത്? tan 50യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.1918 ആണ് മക്കളെ വരുന്നത്. tan 50യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.1918 ആണ് വരുന്നത്. ഈസ് ഈക്വൽ ടു AC പകരം എന്തുകൊണ്ട് കൊടുക്കാം മക്കളെ? എനിക്ക് AC പകരം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കൊടുക്കാം? X ഡിവൈഡഡ് ബൈ 30 - x എന്ന് കൊണ്ട് കൊടുക്കാം. X ഡിവൈഡഡ് ബൈ 30 - x എന്ന് കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ? 1 വരില്ലേ. ഇവിടെ ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാടാ? 1.19 ഇൻറ്റു 30 - x ഈസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞിട്ട് വരും. ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നോക്കിയടാ മക്കളെ, ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവര് രണ്ടുപേരും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. രണ്ടുപേരും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? 1.19 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 35.7 ആണ് വരിക. 35.7 മൈനസ് 1.19x ഈസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ലേ വരിക. ഇനി ഇതിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറൂടാ മക്കളെ? ഇതിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35.7 ഈസ് ഈക്വൽ ടു 35.7 ഈസ് ഈക്വൽ ടു x പ്ലസ് 1.19x എന്ന് പറഞ്ഞു കിട്ടും ഇല്ലേ. അപ്പൊ 1.19x ഇവിടെ 1 അല്ലേ വരിക. അപ്പൊ എനിക്ക് എന്ത് പറഞ്ഞു മക്കളെ? 2.19x ഈസ് ഈക്വൽ ടു 35.7 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 35.7 ഡിവൈഡഡ് ബൈ 2.19 അല്ലെ വരിക? 2.19. അപ്പൊ 35.7 ഡിവൈഡഡ് ബൈ 2.19 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 16.3 മീറ്റർ ആണ് മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? പോസ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാ പറയണത്? 16.3 മീറ്റർ ആയിരിക്കും എന്നാണ് പറയണത്.
അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇല്ലേ? തൂണിന്റെ ഉയരം കണക്കാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അതാ ഒന്നുമില്ല, നമുക്ക് ആ ഒരു ട്രിഗ്നോമെട്രിയുടെ റേഷ്യോ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? ദ ലെങ്ത് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 6 centimeters, 10 centimeters and the angle between them is 35 degree. What is the area of the triangle? അല്ലെ? അതുപോലെ എന്താ പറയാ, ഒരു ത്രികോണം തന്നിട്ടുണ്ട് ഇല്ലേ? ട്രയാങ്കിളിന്റെ എന്താ തന്നിട്ടുള്ളത് നമുക്ക്? സൈഡുകൾ 10 centimeter 6 centimeter ആണ്. അതിന്റെ അവർ തമ്മിലുള്ള ആംഗിൾ 35 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എനിക്കറിയാം ഒരു ട്രയാങ്കിൾ, ഇതാണ് ഒരു ട്രയാങ്കിൾ എന്നുണ്ടെങ്കിൽ ഇത് ബിയും ഇതെന്തായിട്ടാണ് മക്കളെ നമ്മൾ എടുക്കുക? എച്ച് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ ഈക്വൽ എന്താണ് വരിക? ഹാഫ് ബി എച്ച്. ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുക? അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലംബം വരയ്ക്കാൻ പോടാ മക്കളെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം മക്കളെ? ഈ പറയുന്ന ഈ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് എന്ത് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിലെ 35 ഡിഗ്രിയുടെ ഈ ഒരു സൈഡ് എന്താണ് മക്കളെ? ഓപ്പോസിറ്റ് സൈഡാണ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എതിർവശം എന്നാണ് പറയാ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സൈഡിനെ നമുക്ക് എന്തുകൊണ്ട് എടുക്കാം മക്കളെ? വേണമെങ്കിൽ ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുക്കാം മക്കളെ? കർണം എന്ന് പറഞ്ഞിട്ട് എടുക്കാം. സിമ്പിൾ ആയിട്ട് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് എതിർവശവും കർണവും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാരാണ്? സൈൻ അല്ലേ? എതിർവശവും സമീപവശവും തമ്മിൽ എതിർവശവും കർണവും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാണ് സൈൻ അല്ലേ വരിക? അപ്പൊ സൈൻ 35 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് എഴുതാം മക്കളെ? സൈൻ 35 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റിന് പകരം എച്ച് കൊടുക്കാം, ഹൈപ്പോട്ന്യൂസിന് പകരം 6 കൊടുക്കാം. അപ്പൊ എച്ച് ഡിവൈഡഡ് ബൈ 6 എന്ന് കൊണ്ടുവരും. ഇനി സൈൻ 35ന്റെ വാല്യൂ എത്രയാണ് മക്കളെ വരുന്നത്? സൈൻ 35ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 0.5736 ആണ് വരുന്നത്. അപ്പൊ 0.5736 ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 6 കൊണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 6 ഇൻറ്റു 0.5736 ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? എനിക്ക് 6 ഇൻറ്റു 0.5736 ഈസ് ഈക്വൽ ടു 3.44 എന്ന് കൊണ്ടുവരും മക്കളെ. ഹൈറ്റ് 3.44 എന്ന് കൊണ്ടുവരും. അപ്പൊ 3.44 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഇതല്ലേ വരിക? ഇതല്ലേ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ ബേസ് എത്രയാണ് മക്കളെ വരുന്നത്? 10 അല്ലേ വരുന്നത്? ബേസ് എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്. അപ്പൊ 1/2 ഇൻറ്റു 10 ഇൻറ്റു എച്ചിന് പകരം എന്തുകൊണ്ട് കൊടുക്കാം മക്കളെ? എനിക്ക് 3.44 കൊണ്ട് കൊടുക്കാം. അപ്പൊ അവിടെ 2 10ൽ എത്ര വട്ടാണ് മക്കളെ പോവാ? 5 അല്ലേ പോവാ? അപ്പൊ എനിക്ക് ആൻസർ എന്ന് പറഞ്ഞിട്ട് വരും 5 ഇൻറ്റു 3.44 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മൾ ആൻസർ എത്രയാണ് മക്കളെ വരിക? 5 ഇൻറ്റു 3.44 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ ആൻസർ വരിക? 17.2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. 17.2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് മക്കളെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? ഇതേ വശങ്ങളും അവയ്ക്കിടയിലുള്ള കോൺ 145 ഡിഗ്രി ആയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചുള്ളത്. ഈ ആംഗിൾ 145 ആണ്. ഈ സെയിം ട്രയാങ്കിൾ ഇനിയാണ് വരുന്നത്. അപ്പൊ ഇത് 145 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? 35 അല്ലേ വരിക? 145 ആണെങ്കിൽ ഇത് എന്തായിരിക്കും വരിക? 180 ലീനിയർ പെയർ അല്ലേ വരിക? അപ്പൊ ഇത് 35 അല്ലേ വരിക? അപ്പൊ ഇതിന്റെ ബേസ് എന്താണ് വരുന്നത്? ഇത് തന്നെയാണ് ഈ ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ട് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഈ പറഞ്ഞ ഭാഗമാണ് നമ്മുടെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ ഈ ഒരു ഹൈറ്റ് അല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? എത്രയാണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചത്? നേരത്തെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞാണ് കണ്ടുപിടിച്ചത്? 3.44 ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ? ആ സെയിം ഹൈറ്റ് തന്നെയാണ് മക്കളെ ഇവിടെയും വരുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും വരിക? നേരത്തെ കാണിച്ച ട്രയാങ്കിളിന്റെ പരപ്പളവിന് തുല്യമായിരിക്കില്ല വരിക. അപ്പൊ 17.2 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും മക്കളെ ഈ ഒരു ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. Then അടുത്ത ചോദ്യം എന്താണ് മക്കളെ? A square pyramid is to be made with the triangle given as lateral face. Measures are in centimeters. അല്ലേ? അതായത് ഇവിടെ തന്നിട്ടുണ്ടോ മക്കളെ? അപ്പൊ എനിക്കിത് കണ്ടു കഴിഞ്ഞാലേ അറിയാം ഇതൊരു പിരമിഡിന്റെ എന്താ പറയാ സൈഡിലുള്ള ഭാഗങ്ങളാണ് ഇല്ലേ? ലാറ്ററൽ ഫേസിന്റെ ഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കാനാണ് മക്കളെ സാധ്യത? ഇത് എ എന്ന് പറയുന്നത് 30 ആയിരിക്കും. 30 എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇത് എന്തായിരിക്കും മക്കളെ? ഇ ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കേസ് എന്താണ് മക്കളെ എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എല്ലും ഇ അല്ലേ തന്നിട്ടുള്ളത്? എല്ലും ഇയും എയും തന്നിട്ട് എല്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയിലുണ്ട് വിചാരിക്കണോ ഇല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 30ന്റെ പകുതി എത്രയാണ് മക്കളെ വരിക? 15ന്റെ സ്ക്വയർ അല്ലേ വരിക? അപ്പൊ 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരുന്നത്? 25ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്?
25ന്റെ സ്ക്വയർ 625 വരിക. അപ്പൊ 625 ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 225 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 625 മൈനസ് 225 എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ മക്കളെ? 400 എന്ന് പറഞ്ഞിട്ടു. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? റൂട്ട് 400 ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് പറയുന്നത്? 20 സെന്റിമീറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ഹൈറ്റ് ഓഫ് ദ പിരമിഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. അപ്പൊ അതാ ഓൾറെഡി ഇവിടെ എന്താ പറയാ, എല്ല് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 30 ആണെന്ന് അറിയാം. ഇ ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം മക്കളെ? 25 ആണെന്നും എനിക്ക് മനസ്സിലായി. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓർമ്മ ഉണ്ടാ എല്ലാവർക്കും? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇങ്ങനെയുള്ള മക്കളെ നമ്മുടെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പിരമിഡിലെ രണ്ട് ഇക്വേഷൻസും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലേ? അപ്പൊ എൽ സ്ക്വയറിന് പകരം എനിക്ക് എന്ത് കൊണ്ട് കൊടുക്കാടാ? എൽ സ്ക്വയർ അറിയാലോ ഓൾറെഡി, 400 ആണ് വരുന്നത് അല്ലേ? 400 ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എത്രയാണ് വരിക? 15ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 ആണ് വരിക. അപ്പൊ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 400 മൈനസ് 225 ഈസ് ഈക്വൽ ടു 175 എന്ന് പറഞ്ഞിട്ട് വരും. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 175 ആണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? റൂട്ട് 175 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ 175 എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം വേണ്ടേ? 5 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 5 3 15, ബാക്കി 17 15 പോയി കഴിഞ്ഞാൽ 2 5 25 5 വട്ടം. അപ്പൊ വീണ്ടും 5 പോകുമ്പോ 7 വട്ടം ഇല്ലേ? അപ്പൊ ഈ 2 5ന് പകരം ഒരു 5 എടുത്തു. ഒറ്റയ്ക്ക് എടുക്കണ 7നെ നമ്മൾ എന്ത് ചെയ്തോളാം? സിംഗിൾ ആയിട്ട് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ റൂട്ടിന്റെ ഉള്ളിൽ എടുക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞിട്ടുള്ള മക്കളെ? എച്ച് ഈസ് ഈക്വൽ ടു 5√7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കിട്ടും ഇല്ലേ? ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ വോളിയം എന്നാണ് ചോദിച്ചുള്ളത് ഇല്ലേ? അപ്പൊ ഇവിടെ എന്താ പറയാ? എ ഈസ് ഈക്വൽ ടു, എനിക്ക് എന്താന്ന് പറയണം? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഒരു പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/3 a സ്ക്വയർ എച്ച് ആണ് വരുന്നത്. അവിടെ ഓൾറെഡി എ ഈസ് ഈക്വൽ ടു എനിക്ക് എന്താണെന്ന് അറിയാടാ മക്കളെ? 30 ആണ് വരുന്നത്. എച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് ഓൾറെഡി ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാ മക്കളെ? 5√7 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു 5√7 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 1/3 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 30 ഇൻറ്റു 30 ഇൻറ്റു 5√7 എന്ന് പറഞ്ഞിട്ട് വരും. ഈ 3 30 എത്ര വട്ടമാണ് മക്കളെ പോവാ? 10 വട്ടല്ലേ പോവാ? 10 ഇൻറ്റു 30 എത്രയാണ് വരിക? 300. 300 ഇൻറ്റു 5 എത്രയാണ് വരിക മക്കളെ? 1500√7 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ ഒരു പിരമിഡിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? അടുത്ത ചോദ്യം എന്തായിരുന്നു? അതായത് 25 സെന്റിമീറ്റർ സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ട് എന്താ പറയാ? ഒരു റോൾ ചെയ്തിട്ട്, അതായത് മുറിച്ചെടുത്ത ശേഷം അതിനെ വളച്ചു കഴിഞ്ഞാൽ നമുക്ക് വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ പറ്റുന്ന അറിയാം. അപ്പൊ ഇവിടെ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 25 ആണെന്ന് അറിയാം ഇല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇതിന്റെ ചെരിവുയരം എന്താണെന്നുള്ളതാണ് ഇല്ലേ? നമുക്കറിയാം ഏത് വൃത്തത്തിൽ നിന്നാണോ നമ്മൾ വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ മുറിച്ചെടുത്തത് അതിന്റെ ആരായിരിക്കും മക്കളെ ഇവിടത്തെ എന്തെന്ന് പറയുന്നത്? ചെരിവുയരായിട്ട് വരിക. L എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ആരായിരിക്കും വരിക? അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ് മക്കളെ വരിക? 25 ആണ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്ര വരിക? 25 ആണ് വരിക. ഇനി അടുത്തത് സ്തൂപികയുടെ പാദാരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? സ്തൂപികയുടെ പാദാരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എനിക്കറിയാം 216 ഡിഗ്രിയാണ് ഇതിന്റെ കേന്ദ്രകോണം. എത്രയാണ് മക്കളെ വരുന്നത്? 216 ഡിഗ്രിയാണ് വരുന്നത്. അതുപോലെ ചെരിവുയരം എന്താണ് മക്കളെ വരുന്നത്? 25 ആണ് വരുന്നത് ഇല്ലേ? അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണല്ലോ. എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? x/360 is equal to എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ എഴുതാറ് നമ്മള് r/l എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? x/360 is equal to r/l എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞതെന്ന് അറിയാലോ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഇതിന്റെ റേഡിയസ് നമ്മൾ r ആയിട്ട് എടുക്കുകയാണെങ്കിൽ x/360 into 2πr is equal to സ്മോൾ 2πr ആണ് വരിക അല്ലേ? ഇത് ക്യാപിറ്റൽ r ആയിട്ടും, അതുപോലെ നോക്കിയാടാ മക്കളെ ഇത് സ്മോൾ r ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? x/360 into ഏരിയ അല്ല, ഇതിന്റെ ഈ ഒരു അളവ് എന്ന് പറയുന്നത്, ഈ ഒരു അളവ് എന്ന് പറയുന്നത് x/360 into 2πr ആണ് വരിക. ഈസ് ഈക്വൽ ടു ആണ് മക്കളെ നമ്മുടെ എന്തെന്ന് പറയുക? ഈ ഒരു ബേസ്, കോണിന്റെ ബേസ് ആയിട്ടുള്ള 2πr വരിക എന്ന് പറയുന്നത്. അപ്പൊ ഈ 2πയും 2πയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞിട്ടുകൂടാ? x/360 ഈസ് ഈക്വൽ ടു r/R എന്ന് പറഞ്ഞിട്ട് വരും. ക്യാപിറ്റൽ ആറിന് പകരം എനിക്ക് എന്തുകൊണ്ട് കൊടുക്കാം മക്കളെ? L എന്ന് പറഞ്ഞിട്ട് കൊടുത്തൂടെ? അപ്പൊ അങ്ങനെയാണ് മക്കളെ നമുക്ക് ആ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം.
അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പാടാ മക്കളെ, വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പാടും. ഇനി ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ പോലെ എക്സിന് പകരം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം മക്കളെ. എനിക്ക് 216 ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു ആറിന് പകരം, ആറ് അറിയില്ലടാ മക്കളെ, ആർ ഡിവൈഡഡ് ബൈ എല്ലിന് പകരം ഇട്ട് കൊടുക്കാം 25 കൊണ്ട് ഇട്ട് കൊടുക്കാം. കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മക്കളെ വരിക? ആർ ഈസ് ഈക്വൽ എന്തായിരിക്കും വരിക? 216 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 25 കൊണ്ട് വരും. ഇങ്ങനെയല്ലേ വരിക? ഞാനിവിടെ വെട്ടി ചെറുതാക്കാൻ പോടാ. ഇവിടെ 5 കൊണ്ട് 5 25 5 5 വട്ടം, 36 7 5 35, ഇവിടെ 6 35 36 5 35 പോകുമ്പോൾ 1 10 2 വട്ടം പോകും, 72 ആണ് വരിക. അപ്പൊ അതാ നോക്കിയാടാ മക്കളെ. ഇനി ഇവിടെ 72 216 എത്ര വട്ടാണ് പോവാ? 3 വട്ടാണ് പോവാ. 7 21 3 × 2 6 വരിക. അപ്പൊ 216 വരിക. അപ്പൊ 3 × 5 എന്ന് പറഞ്ഞിട്ട് മക്കളെ എനിക്ക് 15 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ബേസ് റേഡിയസ് ഓഫ് ദ കോൺ എത്രയാണ് മക്കളെ വരുന്നത്? 15 സെന്റിമീറ്റർ ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി അടുത്തത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ അല്ലേ. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ റേഡിയസ് എത്രയാണെന്ന് അറിയാടാ മക്കളെ. എനിക്ക് ഇവിടെ റേഡിയസ് എത്രയാണെന്ന് അറിയാം. എനിക്കിപ്പോ ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചില്ലേ, 15 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്ലാൻഡ് 8 ചെരുവുയരം എത്രയാണെന്ന് അറിയാടാ മക്കളെ? 25 ആണെന്ന് അറിയാം ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താണ് മക്കളെ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ വരിക അല്ലേ. അപ്പൊ ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? h സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലേ h സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? അപ്പൊ h സ്ക്വയർ പ്ലസ് 15ന്റെ സ്ക്വയർ എത്രയാടാ വരിക? 225 ഈസ് ഈക്വൽ ടു 625 എന്നുകൊണ്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ h സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ വരിക? 625 മൈനസ് 225 സമം 400 എന്നുകൊണ്ട് കിട്ടും. h സ്ക്വയറിന്റെ വാല്യൂ 400 ആണെങ്കിൽ h ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? റൂട്ട് 400 ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് കിട്ടും. റൂട്ട് 400 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 20 എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇല്ലേ. അവിടെ എച്ചിന്റെ വാല്യൂ 20 ആണെന്ന് കിട്ടി. ഇനി വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോലെടാ 1/3 ഇൻറ്റു പൈ ഇൻറ്റു അല്ലെ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 15 ഇൻറ്റു എച്ചിന് പകരം എന്തിട്ട് കൊടുക്കാം മക്കളെ? 20 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ അവിടെ 3 15 എത്ര വട്ടാണ് മക്കളെ പോണത്? 5 വട്ടല്ലേ പോണത്. ഇതാ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാടാ വരിക? 5 × 20 100 വരിക. 5 × 20 എത്രയാ വരിക? 100 വരിക. 100 × 15 1500 പൈ 1500 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതായിരിക്കും മക്കളെ നമ്മുടെ എന്ന് പറയുന്നത് ഈ ഒരു കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇല്ലേ. എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ എന്താ പറയാ മെയിൻ എക്സാമും വരിക. എന്റെ മക്കൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എന്താ പറയാ വേഗം ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നമ്മുടെ നമ്മൾ ഈ ഒരു വീഡിയോ കുറെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ക്രിസ്മസ് എക്സാമിന്റെ വീഡിയോ, മോഡൽ എക്സാമിന്റെ വീഡിയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോകാം മക്കളെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻ.